നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു പെയിന്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓയിൽ പേസ്റ്റിൽ യൂസ് ചെയ്തിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സ്കൈ ആണ്, ഒരു സീനറി പെയിന്റിംഗ് ആണ്. വളരെ സിമ്പിൾ ആണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ ചെയ്യാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് ഒരുമിച്ച് ഈ ഒരു പെയിന്റിംഗ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് കളർഫുൾ ആയിട്ടാണ് സ്കൈ ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റ് ഓയിൽ പേസ്റ്റിൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കളർ ചെയ്യുന്നത് കേട്ടോ. പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ ഒന്നും വരയ്ക്കുന്നില്ല. ഓക്കെ, അപ്പോൾ സ്കൈയിൽ ആദ്യം ഏറ്റവും മുകളിൽ ഡാർക്ക് ബ്ലൂ, പിന്നെ ലൈറ്റ് ബ്ലൂ, പിന്നെ അത് മെല്ലെ വൈറ്റിലോട്ട് വന്നിട്ട് പിങ്കിലോട്ട് വരണം. അങ്ങനെയാണ് നമ്മൾ സ്കൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡാർക്ക് ബ്ലൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ആദ്യം ഡാർക്ക് ബ്ലൂ കളർ എടുക്കുന്നുണ്ട്. അത് ഏകദേശം ഈ ഒരു പോർഷൻ, ഇത്രയും ഭാഗം നമുക്ക് ഡാർക്ക് ബ്ലൂ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വൈറ്റ് ഗ്യാപ്പ് വേണ്ട കേട്ടോ. അപ്പോൾ ഒരുപാട് വൈറ്റ് ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൂടെ ഒരു പ്രാവശ്യം കൂടി ചെയ്തിട്ട് വൈറ്റ് ഗ്യാപ്സ് ഒന്ന് കുറച്ച് കൊടുക്കണം. എങ്കിലാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു കളർ ബ്ലെൻഡ് ചെയ്യേണ്ടതാണ്, മിക്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ ലൈറ്റ് ആയിട്ട് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു കളർ ഒന്ന് ചെയ്യാൻ പറ്റും. എന്നിട്ട് അടുത്ത കളേഴ്സ് വെക്കുമ്പോൾ പെട്ടെന്ന് ആ കളർ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സ്കൈ ബ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതായത് ലൈറ്റ് ബ്ലൂ. ഓക്കെ, നമ്മൾ ആ ട്രാൻസ്പെറൻ്റ് ആയതിൻ്റെ മേലെ ലൈറ്റ് ആയിട്ട് ഈ ഒരു സ്കൈ ബ്ലൂ ചെയ്യുമ്പോൾ തന്നെ ഈ ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും കൂടി ഓൾമോസ്റ്റ് നോക്കി നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, ബ്ലെൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് കളറും കൂടി ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ആദ്യം നമുക്ക് എത്രത്തോളമാണോ ഡാർക്ക് ആയിട്ട് വേണ്ടത് അവിടെ വരെ ഡാർക്ക് ആയിട്ട് ചെയ്യാം. കളർ മിക്സ് ചെയ്യേണ്ട ആ രണ്ട് ഭാഗത്ത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്തിട്ട് ഏത് കളറാണോ നമ്മൾ മിക്സ് ചെയ്യുന്നത്, ഇപ്പോൾ ലൈറ്റ് ബ്ലൂ ആണ് ഇവിടെ ചെയ്യുന്നത്, ഇപ്പോൾ ലൈറ്റ് ബ്ലൂ അതിൻ്റെ മേലെ ലൈറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ആ രണ്ട് കളറും കൂടി ഈസി ആയിട്ട് ബ്ലെൻഡ് ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു ടെക്നിക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ കുറച്ച് വൈറ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇവിടെയും ലൈറ്ററായിട്ട് ഇങ്ങനെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് വൈറ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിങ്ങനെ ഷെയ്ഡ് കൊടുക്കാം ഈ കളറിന്. വൈറ്റ് ഒറ്റ ലെയർ മതി കേട്ടോ, അധികം വേണ്ട, കുറച്ച് ഒരുപാട് നീളം വേണ്ട, വീതി വേണ്ട, ഒറ്റ ലെയർ മതി ഇങ്ങനെ. എന്നിട്ട് അത് മെല്ലെ നമ്മളിനി പിങ്കിഷ് ആക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പിങ്ക് കളർ എടുത്തിട്ട് ഈ ഒരു ലെയർ പിങ്ക് മേൽഭാഗത്ത് ലൈറ്റ് ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. വൈറ്റിൻ്റെ മേലേക്ക് ഒന്ന് കയറ്റി ചെയ്യാം. നമ്മളിവിടെ വൈറ്റ് ചെയ്തത് ഈ പിങ്കിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിങ്ക് ഡയറക്റ്റ് ആയിട്ട് ബ്ലൂവിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് കളറായിട്ട് മാറും, ഒരു വയലറ്റ് കളറൊക്കെ ആയിട്ട് മാറും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയിൽ നമ്മൾ വൈറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇതേപോലെ ലൈറ്റായിട്ട് പിങ്ക് ചെയ്യുന്ന സമയത്ത് കളർ ചേഞ്ചസ് വരില്ല, നമുക്ക് നല്ല കളർ അവിടെ കിട്ടും കേട്ടോ. ഇത്രയും മതി. ഇനി താഴ്ഭാഗത്ത് നമ്മൾ ചെറിയ മൗണ്ടൻസ് ആണ് വരയ്ക്കുന്നത്. ഇപ്പോൾ സ്കൈ നോക്കിയാൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യാതെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ. അത് ഭംഗി തോന്നാനുള്ള കാരണം എന്താണെന്നറിയാം, ഒരു കളർ കോമ്പിനേഷനാണ്. നല്ലൊരു കളർ കോമ്പിനേഷൻ നമുക്കിവിടെ വർക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറെല്ലാം യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ പഠിക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു മെത്തേഡും കൂടിയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കൈ ഇതേപോലെ കളർ ചെയ്ത് നോക്കുക എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഡിഫറെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഫ്ലാറ്റ് ആയിട്ട് കളർ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നല്ല നല്ല കളർ കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരുപാട് കളർ കോമ്പിനേഷൻസ്
കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ഡ്രോയിങ്ങിലെല്ലാം അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, നമ്മളിങ്ങനെ ചെയ്തപ്പോൾ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ സ്കൈ കാണാനായിട്ട്. ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ കളർ കോമ്പിനേഷൻ നന്നായിട്ട് വരുമ്പോഴാണ് നമ്മുടെ ഡ്രോയിങ് കുറച്ചും കൂടി ഭംഗിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്തിട്ട് പുതിയ പുതിയ നല്ല നല്ല കളർ കോമ്പിനേഷനെല്ലാം കണ്ടുപിടിക്കുക. അത് നമ്മുടെ ഡ്രോയിങ്ങിന് കളറിങ്ങിനൊക്കെ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം മുകളിൽ നിന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് കുറച്ചും കൂടി വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് എങ്കിലും ഒരു ഭംഗി വരുള്ളൂ. ഈ പിങ്കിൻ്റെയും ബ്ലൂവിൻ്റെ ഇടയ്ക്ക് കുറച്ചൊരു വൈറ്റ് ഉണ്ടെങ്കിലാണ് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒരു വയലറ്റ് കളറായിട്ട് അതിനൊരു അഭംഗി പോലെ തോന്നും. ഓക്കെ, അപ്പോൾ കുറച്ചൊന്ന് വൈറ്റ് ഇതേപോലെ ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. വൈറ്റ് ഈ പിങ്കിൻ്റെ മേലെ ആഡ് ചെയ്യുന്ന സമയത്ത് അതൊരു ലൈറ്റ് പിങ്ക് ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ മേലെ ലൈറ്റ് പിങ്കും താഴോട്ട് വരുമ്പോൾ മെല്ലെ ഡാർക്ക് പിങ്കിലോട്ട് വരുന്നൊരു ഫീലും കൂടി കിട്ടും. കണ്ടോ, അവിടെ ഒരു ലൈറ്റ് പിങ്ക് ആയിട്ടുണ്ട്. ഉണ്ടോ, ഇതേപോലെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അറിയോ? വേണമെങ്കിൽ ഒരു ബ്ലൂ കളർ എടുത്തിട്ട് ഇവിടെ കുറച്ച് ക്ലൗഡ്സ് ഒക്കെ ഇതേപോലെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കണ്ടോ. വൈറ്റ് എടുത്തിട്ടും വൈറ്റ് ക്ലൗഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇവിടെ നമുക്ക് കുറച്ച് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇതേപോലെ ക്ലൗഡ്സ് ഒക്കെ വൈറ്റ് എടുത്തിട്ട് നമുക്ക് ലൈറ്റായിട്ട് സ്കൈയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മൗണ്ടൻസ് വരയ്ക്കാം. മൗണ്ടൻസ് വരയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡാർക്ക് ബ്രൗൺ കളർ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ മൗണ്ടൻസ് വരയ്ക്കാനായിട്ട് ഡാർക്ക് ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പോർഷൻ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയൊരു ഗ്രൗണ്ടും കൂടി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് താഴ്ഭാഗത്ത്, ഇത്രയും പോർഷൻ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയ മൗണ്ടൻസ് വരയ്ക്കാം. ഇത് ഫുള്ളായിട്ട് കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം.
ഇനി ഇവിടെ ഏറ്റവും താഴ്ഭാഗത്ത് നമുക്കൊരു ഗ്രീൻ കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു ഗ്രൗണ്ടിൻ്റെ ഫീല് നമുക്കവിടെ കിട്ടും. ഓക്കെ, ഈ ഗ്രൗണ്ടിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കുറച്ച് എന്ത് ചെയ്യാം, വൈറ്റ് എടുത്തിട്ട് ഇതേപോലെ കുറച്ച് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. മേൽഭാഗത്ത് മാത്രം കുറച്ച് വൈറ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടേക്ക് കുറച്ച് വെളിച്ചം അടിക്കുന്ന ഒരു ഫീൽ വരും. അത് താഴ്ഭാഗത്തോട്ട് മെല്ലെ ലൈറ്റായിട്ട് ബെൻഡ് ചെയ്തിടാം. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ മൗണ്ടൻ്റെ ഈ ഒരു സൈഡിൽ വേണമെങ്കിൽ കുറച്ച് ഇതേപോലെ ടെക്സ്ചർ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ മൗണ്ടൻ ഒരു 3 ഡയമെൻഷണൽ ഫീൽ നമുക്ക് കിട്ടും, ഏതെങ്കിലും വൺ സൈഡ് മാത്രം ഉണ്ടോ മൗണ്ടനിലോട്ട്. അപ്പോൾ ഒരു ലൈറ്റ് അടിക്കുന്ന ഒരു ഫീല് നമുക്ക് ലൈറ്റായിട്ട് കൊണ്ടുവരാൻ പറ്റും. മൗണ്ടൻ്റെ ഷേപ്പൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്ത ഒരു ഫീലും കൂടി കിട്ടും കണ്ടോ. ഓവറായി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ബ്രൗൺ എടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇപ്പം നല്ല ഭംഗിയുണ്ട് നമ്മുടെ ഗ്രൗണ്ട് കാണാനായിട്ട്. ഇനി വേണമെങ്കിൽ ഗ്രീൻ എടുത്തിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പുല്ലിൻ്റെ ഷേപ്സൊക്കെ നമുക്കിങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഗ്രൗണ്ടിൽ. അപ്പോൾ ഒരു പുൽമേട് പോലെ തോന്നും. പക്ഷെ വലുതാക്കി ചെയ്യാനായിട്ട് പാടില്ല, വളരെ കുഞ്ഞതായിരിക്കണം. ഓക്കെ, കുഞ്ഞു കുഞ്ഞതായിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഗ്രാസസ് വരയ്ക്കാനായിട്ട് പാടില്ല. താഴെ നിന്ന് മുകളിലോട്ട് വളരെ കുഞ്ഞതായിട്ട് ഇതേപോലെ ചെയ്തെടുക്കാനേ പാടുള്ളൂ കേട്ടോ. ബിഗ്ഗായിട്ട് വരയ്ക്കാൻ പാടില്ല, ബിഗ്ഗായിട്ട് വരച്ച ഒരു ഭംഗി ഉണ്ടാവില്ല. വളരെ സ്മോളായിട്ട് ചെറുതായിട്ട് ഇതേപോലെ വളരെ കുറച്ച് മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. ദൂരത്തോട്ട് വരയ്ക്കുമ്പോൾ വളരെ കുഞ്ഞതായിട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് പോലെ ഇട്ട് കൊടുത്താലും മതി, നല്ല ഭംഗി ഉണ്ടാവും. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയ നല്ല ഭംഗിയായിട്ടുള്ള സ്കൈ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു കുഞ്ഞു ക്ലൗഡ്സ് പോലെ നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. വളരെ ലൈറ്റായിട്ട് വൈറ്റ് ഓയിൽ പേസ്റ്റ് വെച്ച് ഇതിൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഈ ക്ലൗഡ്സിൻ്റെ മേലേക്ക് ഇങ്ങനെ വൈറ്റ് ഓയിൽ പേസ്റ്റിൽ വെച്ചിട്ട് ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവും. ഒരു ക്ലൗഡ്സിൻ്റെ ഫീല് ഇവിടെ നന്നായിട്ട് വരും. ഒരു ലൈറ്റിങ്ങിൻ്റെ ഫീലും ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ക്ലൗഡ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കിയാൽ നല്ല കളർഫുള്ളായിട്ട് നല്ല ഭംഗിയുള്ളൊരു സീനറിയാണ്. വളരെ ഈസിയാണ്, ചെറിയ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.